ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായക്കാണെന്നുണ്ടെങ്കിൽ ദോശയായിരുന്നു. ദോശ എന്ന് പറയുമ്പോൾ ഉഴുന്ന ദോശയല്ല, നമ്മൾ പച്ചരിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത ദോശ കേട്ടോ. ആ ദോശയും അതിൻ്റെ കൂടെ ഉള്ളിക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാവരും പിള്ളേരൊക്കെ കഴിച്ച് അങ്ങനെ അവരൊക്കെ കളിക്കാനൊക്കെ പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ആൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുടുതയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് നന്നാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത് അവരവിടെ നിന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടുതൊക്കെ അങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ കഷ്ണം അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ വലിയ കഷ്ണം കാണുമ്പോൾ അങ്ങനെ അത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനത് പരമാവധി ചെറുതാക്കിയിട്ട് മുറിക്കാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാകുമ്പോൾ അവർക്കത് ഇഷ്ടമാണ്, അവരങ്ങനെ കഴിക്കും. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ആക്കിയിട്ട് അങ്ങനെ മുറിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പണികളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലത്തെ നേരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീടിൻ്റെ അവിടെ കുറച്ച് വിറകുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കലും ഒക്കെ ഒന്ന് വെയിലത്തിടലും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു വേനൽ മഴയൊക്കെ വന്ന കാരണം പെട്ടെന്ന് ഒരു ഓർക്കാപ്പുറത്തൊരു മഴയായിരുന്നു കേട്ടോ ആദ്യത്തെ 2 ദിവസം. പിന്നെ മാറുമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ അടുപ്പിച്ച് രാത്രി 2 ദിവസം 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചുറ്റുഭാഗമൊക്കെ നമ്മുടെ ഓലയൊക്കെ ആണെങ്കിലും വിറകുകളാണെങ്കിലും ഒക്കെ നനയൊക്കെ ചെയ്തെടുത്ത് വെക്കാനൊന്നും പറ്റും. ഇനി നല്ലൊരു വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങുകയുള്ളൂ. ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിനി അത് വിറക് വരയിൽ കയറ്റാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് മസാലയൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. കായം ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കായം ചേർക്കുക എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ ഒക്കെ ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നമ്മൾ അങ്ങനെ ചതച്ച് വെക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളി നന്നാക്കാൻ നിൽക്കണം, ചുവന്നുള്ളി എടുക്കാൻ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മിക്കവാറും ഇങ്ങനെ ചതച്ച് പേസ്റ്റാക്കിയിട്ട് വെക്കുക ചെയ്യാം. അങ്ങനെ നമ്മളതൊരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ വറക്കണില്ല. പിന്നെ ഊണ് കഴിക്കുന്ന ഒരു ടൈം അടുപ്പിച്ചിട്ടൊക്കെ അങ്ങോട്ട് വറക്കുകയാണെങ്കിൽ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കറിയാണെന്നുണ്ടെങ്കിൽ കറി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും ഞാൻ കറി വയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ. ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പിന്നെ അങ്ങനെ ചേർക്കുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ ഒരു ഇതായി, ചോറും കറികളൊക്കെ ആയിട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞല്ല കുറച്ച് ദിവസമായി. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ എനിക്ക് അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല അച്ചാറുണ്ടാക്കും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ അമ്മ വലിയ 2 ഡപ്പം നിറച്ചും അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങ അച്ചാർ, അതുപോലെ നല്ല കടുമാങ്ങ പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഉപ്പിലിട്ടിട്ടും ഒക്കെ അച്ചാറൊക്കെ മാങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ കുറേ അച്ചാറിട്ടിട്ട് എനിക്കും ചേച്ചിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ചോറിൻ്റെ കൂടെ കറികളുണ്ടെങ്കിലും അധികം ആരും കറികളൊന്നും എടുക്കില്ല കേട്ടോ. അച്ചാർ കൂട്ടിയിട്ടാകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ മാവില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് മുറിച്ചു. അത് നമ്മളൊന്ന് വീട് വയ്ക്കുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അതിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് വീട് വയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും പിന്നെ അതൊക്കെ മുറിക്കുകയാണ് ചെയ്തത്. പിന്നെ ഉള്ളത് നമ്മൾ പഴയ വീടിൻ്റെ ബാക്കിൽ ഒരു മാവുണ്ടായിരുന്നു, അതും വളരെ പഴക്കമുള്ളൊരു മാവായിരുന്നു കേട്ടോ. അതിങ്ങനെ നല്ല പുളിമാവായിരുന്നു. നമുക്കങ്ങനെ കിട്ടില്ല, അത്ര ഉയരത്തിലാണ്, പൊട്ടിക്കാനും പറ്റില്ല. പിന്നെ താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അണ്ണാനൊക്കെ കുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല, അങ്ങനത്തെ ആയിരുന്നു. പിന്നെ അത് നിറച്ചും പറമ്പ് മൊത്തം കാനലായതുകൊണ്ട് പിന്നെ അങ്ങനെ വെട്ടി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ പുതിയതായിട്ട് ഇനിയൊരു മാവും തൈയൊക്കെ വെച്ച് പിടിക്കണം. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് ഞാൻ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് നോക്കിയപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 4 ബെഡിന് കവറാണ് മേടിച്ചത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തുണിയാണ്. അപ്പോൾ 2 എണ്ണം ഒരേ കളറിലും 2 എണ്ണം വേറെ, അങ്ങനെ 2 കളറിൽ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ കവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിപ്പുള്ള കവറാണ് കേട്ടോ. അപ്പോൾ പഴയതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, കേടായിപ്പോയി. അപ്പോൾ ഞാൻ പുതിയത് മേടിക്കണമെന്ന് വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ ഡബിൾ കോട്ടിന് പറ്റിയതുകൊണ്ട് അതിൻ്റെ ചെറുത് സാധാ കട്ടിലിന് പറ്റിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 എണ്ണം മേടിച്ചു. നല്ല തുണിയിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആകെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അവർ പിന്നെ എടുക്കാമെന്നുള്ളത് കണ്ടു നോക്കുമ്പോൾ പിന്നെ അവർ പിറ്റത്തെ ദിവസം വന്നിട്ട് എനിക്ക് വേറെ 2 കൂട്ടും കൂടി തരികയാണ് ചെയ്തത് കേട്ടോ.
അപ്പോൾ ഇനി ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷമൊക്കെയാണ് നമ്മളതൊന്ന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നിവർത്തി നോക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും ഉണ്ട്, ഉമ്മാർത്ത് എല്ലാവരും ഉണ്ട്. അപ്പോൾ ആൾക്കും ഞാനിങ്ങനെ എടുത്ത ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകണം. ഒന്ന് കഴുകിയതിൻ്റെ ശേഷം ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാനതെല്ലാം അങ്ങനെ എടുത്ത് മടക്കി വയ്ക്കുകയാണ്. പിന്നെ അങ്ങനെ ഞാൻ പിറ്റത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കല്ലുമ്മ കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ഇനിയിപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ മെഷീനിലാണ് ഇട്ടത്. അപ്പോൾ പിന്നെ 2 എണ്ണം അങ്ങനെ മെഷീനിലിട്ടു. എന്നിട്ട് അങ്ങനെ കഴുകി എടുക്കുന്നുണ്ട്. നമ്മളെടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് മേടിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ സോപ്പിൻ്റെ പൊടി ഇട്ടിട്ട് അങ്ങനെ കഴുകണം കേട്ടോ. ലിക്വിഡ് ഇട്ടിട്ടാകുമ്പോൾ നല്ല തുണികൾക്കൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ പിന്നെ അത് എന്തായാലും എൻ്റെ അടുത്ത് കഴിഞ്ഞെടുക്കണം. അത് കാരണം പിന്നെ സോപ്പും പൊടി ഇട്ടിട്ട് അങ്ങനെ പിന്നെ നമ്മളതിങ്ങനെ കഴുകാനിട്ടുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലത്തെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ മേടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കഴുകിയിട്ട് ഉണക്കിയിടാൻ നല്ല വെയിലത്താണ് ഞാൻ കൊണ്ടിട്ടത് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ എടുത്ത് നോക്കുമ്പോഴേക്കും 2 പ്രാവശ്യം കഴുകിയപ്പോഴേക്കും ആകെ നരച്ചു പോയി. വെയിലത്തിട്ട കാരണം വെയിൽ കൊണ്ട് വല്ലാതെ അങ്ങോട്ട് നരച്ചു പോയി കേട്ടോ. അപ്പോൾ ഞാനത് വല്ലാതെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ പുതിയ തുണികളാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടാകുമ്പോൾ നല്ല തണലുള്ള സ്ഥലത്താണ് അഴലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞിട്ട് അങ്ങനെ പറമ്പിൽ അങ്ങനെ വേറെ ഒരു തണലുള്ള സ്ഥലത്ത് അഴലൊക്കെ കിട്ടും. അവിടെയാണെന്നുണ്ടെങ്കിൽ അധികം വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല തണലാണ് കേട്ടോ. നിറച്ച് മരങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം വെയിൽ തന്നെ അറിയില്ല. അപ്പോൾ നല്ല തണലാണ്, പിന്നെ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നിട്ട് തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഞാൻ എല്ലാതും അവിടെ തന്നെ അങ്ങനെ അഴലിലിടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ഇനി ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയാൽ പിന്നെ നമ്മൾ അബദ്ധം പറ്റാതിരിക്കാൻ നോക്കണ പോലെ ഞാനും അങ്ങനെ തന്നെ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പണികളൊക്കെ അങ്ങനെ ഒരു ഇതായി. പിന്നെ നമ്മൾ എല്ലാവരും കുട്ടികളെല്ലാവരും വന്നു, ആളും കടയിൽ നിന്നൊക്കെ വന്നു. പിന്നെ അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.